ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വീണ്ടും അമ്മൂസ് ട്രാവൽ വ്ളോഗിൻ്റെ ഒരു പുതിയ ലക്കത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാണ് കേട്ടോ. ഇന്നും ഞാൻ കേരളത്തിലെ പൈതൃക കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ മാത്തൂർ അമ്പലത്തിൽ നിന്ന്, മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി. ആ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതാ ഒരു ബോർഡ് കണ്ടുവിട്ടാ, മഹാൻ ബിരിയാണി. കണ്ടില്ലേ, മഹാന്മാർ കഴിക്കുന്ന ബിരിയാണിയാന്ന് തോന്നുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നല്ല ഭംഗിയുള്ളൊരു പള്ളി കണ്ടത്. ഇതാണ് ചെറമനങ്ങാട് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ധന്വന്തരി ക്ഷേത്രമാണ് കേട്ടോ. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം. എന്ത് ഭംഗിയുള്ള പ്രദേശമല്ലേ, നോക്കൂ, എന്ത് രസമാണ് കാണാൻ. ഇന്നത്തെ ഗ്രാമപ്രദേശമൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ അല്ലേ. ഇതൊക്കെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിന് സന്തോഷം കൊണ്ട് നിറയാണ്. അപ്പോൾ ഇത് എരുമപ്പെട്ടി ടൗണിലെത്തി. ഇവിടെ നിന്ന് കുറച്ചും കൂടിയും പോയാൽ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രവുമായി വളരെ അടുത്ത ബന്ധം നെല്ലുവായ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയുന്നു. ഇതിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂര വ്യത്യാസമേ ഉള്ളൂ. പാലാഴി മഥന സമയത്ത് ഭഗവാൻ സമുദ്രത്തിൽ നിന്നും 4 കൈകളിൽ യഥാക്രമം ശംഖ്, ചക്രം, അമൃതകുംഭം, ജലൂഖം എന്നിവ വഹിച്ചുകൊണ്ട് ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം. ജലൂഖം എന്നാൽ അട്ടയാണ് കേട്ടോ. അട്ടയെ വെച്ച് ദുഷ്ടരക്തം വലിച്ചെടുക്കുന്ന ഒരു പരിപാടി പണ്ട് ആയുർവേദത്തിലുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലെയും മൂർത്തികൾ പരസ്പരാഭിമുഖമായിട്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ കിഴക്കോട്ടാണെങ്കിൽ നെല്ലുവായ് തേവർ പടിഞ്ഞാറോട്ടാണ് ദർശനം. കൂടാതെ വിവിധ രോഗങ്ങൾ മാറുന്നതിന് ഇരു ക്ഷേത്രങ്ങളിലെയും ഭജനമിരിക്കൽ വിശേഷമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ നല്ല മനോഹരമായ ഭൂപ്രദേശത്തിൽ നമ്മളിതാ ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താനായി. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം കാണുന്നുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം. നല്ല ഭംഗിയിൽ പണിതിരിക്കുന്നുണ്ടല്ലേ. അത് അവിടെ നിന്നും കുറച്ചും കൂടിയും പോകണം, അപ്പോഴേ ക്ഷേത്രത്തിലേക്ക് എത്തുള്ളൂ. എപ്പോഴും നല്ല ഗ്രാമീണ തനിമ നിറഞ്ഞു നിൽക്കുന്ന നെല്ലുവായ് ഗ്രാമത്തിൻ്റെ ഒത്ത മധ്യത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വളരെ പ്രശസ്തമായൊരു കഥയുണ്ട്. അഷ്ടവൈദ്യ കുടുംബങ്ങളിലൊന്നായ കുട്ടഞ്ചേരി മൂസുമായിട്ടാണ് ആ കഥ ബന്ധപ്പെട്ട് കിടക്കുന്നത്. കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ക്ഷേത്ര പരിസരത്ത് നല്ല തിരക്കുണ്ട്, ധാരാളം വാഹനങ്ങളുണ്ട്. ഞങ്ങളും ഇവിടെ വാഹനം പാർക്ക് ചെയ്യുകയാണ്. ആയുർവേദത്തിൻ്റെ ദേവനായ സാക്ഷാൽ ധന്വന്തരി മൂർത്തി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം കുട്ടഞ്ചേരി മൂസുമാരുടെ ഉടമസ്ഥതയിലായിരുന്നു. ഈ കുടുംബത്തിലെ ഓരോ ആൺകുട്ടിയും വൈദ്യപഠനം കഴിഞ്ഞാൽ ഇവിടെ വന്ന് 41 ദിവസം ഭജനമിരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ മറ്റ് പ്രസിദ്ധ ആയുർവേദ വൈദ്യന്മാരും ഇവിടെ വന്ന് ഭജനമിരുന്നിട്ടുണ്ട്. വൈദ്യരത്നം PS വാര്യർ, ആര്യവൈദ്യൻ PV രാമവാര്യർ തുടങ്ങിയവർ ഇവരിൽ പ്രശസ്തരാണ്. 41 ദിവസം ഭജനമിരിക്കാനുള്ള ഈ ചിട്ട തുടങ്ങിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ കോഴിക്കോട് സാമൂതിരിക്ക് അതികഠിനമായ ഒരു വയറുവേദനയുണ്ടായി. നിരവധി വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും വയറുവേദന ഭേദമായില്ലെന്ന് മാത്രമല്ല, അത് കൂടുകയും ചെയ്തു. ഇനി എന്തെന്ന് ആലോചിച്ചപ്പോഴാണ് കുട്ടഞ്ചേരി മൂസിനെ കൂട്ടിക്കൊണ്ടുവരാൻ ചില സഹായികൾ തീരുമാനിച്ചത്. കാലത്തവിടെ 2 സഹോദരന്മാരാണ് വൈദ്യന്മാരായി ഉണ്ടായിരുന്നത്. 2 പേരും വൈദ്യശാസ്ത്രത്തിൽ അപാരമായ പ്രാവീണ്യമുള്ളവരായിരുന്നുവെങ്കിലും ജ്യേഷ്ഠനേക്കാൾ കൈപുണ്യമുള്ളവരായി കണക്കാക്കപ്പെട്ടിരുന്നത് അനുജനായിരുന്നു. തന്മൂലം അദ്ദേഹത്തെ കാണാനാണ് രോഗികൾ കൂടുതൽ എത്തിയിരുന്നത്. സാമൂതിരിയുടെ ഭടന്മാർ കുട്ടഞ്ചേരിയിലെത്തുമ്പോൾ അവിടെ ജ്യേഷ്ഠൻ മൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനുജന് പകരം താൻ പോകാമെന്ന് ജ്യേഷ്ഠൻ മൂസ് പറഞ്ഞപ്പോൾ അനുജൻ മൂസ് തന്നെ വേണമെന്നായിരുന്നു ഭടന്മാരുടെ മറുപടി. ഈ സംഭവം ജ്യേഷ്ഠൻ മൂസിനെ അതീവ ദുഃഖിതനാക്കി. ഒരേ വൈദ്യശാസ്ത്രം തന്നെ പഠിച്ചിട്ടും തനിക്ക് കൈപുണ്യമില്ലാതെ പോയത് ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹമില്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ച അദ്ദേഹം നെല്ലുവായ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് 1 വർഷം കഠിനനിഷ്ഠയോടെ അവിടെ ഭജനം നടത്തി. അതിനുശേഷം തിരിച്ച് ഇല്ലത്തെത്തിയപ്പോൾ മികച്ച ചികിത്സാ പാഠവും നേടുകയും അനുജനേക്കാൾ മിടുക്കനായി അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. സാമൂതിരിയുടെ വയറുവേദന പൂർണ്ണമായും മാറിയില്ലെന്നറിഞ്ഞ് അവിടെ ചെന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പഠനം കഴിഞ്ഞാൽ 41 ദിവസം ഭജനം നടത്തണമെന്ന ചിട്ട നിലവിൽ വന്നത്. ഇന്നും അവർ അത് ആചരിച്ചു പോരുന്നുണ്ട്.
അകത്തേക്ക് കടന്നാൽ നമ്മൾ വലിയ നടപ്പുരയിലാണ് ചെന്നെത്തുക. ഉള്ളിൽ കടന്ന് ധന്വന്തരി മൂർത്തിയെ വണങ്ങിയതിന് ശേഷം വീണ്ടും പുറത്തേക്ക് കടന്ന് ചുറ്റമ്പലത്തിൽ കൂടി പ്രദക്ഷിണം വെക്കുകയാണ് ഞാനിപ്പോൾ. വൃത്താകൃതിയിൽ തീർത്ത ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഏകദേശം 50 അടി ചുറ്റളവുണ്ട്. ഒരു നിലയേ ഉള്ളൂ. ഇത് പൂർണ്ണമായും ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണത്താഴികക്കുടം ശോഭിച്ചു നിൽക്കുന്നുണ്ട്. ശ്രീകോവിലിന് 3 മുറികളുണ്ട്. അവയിൽ ഏറ്റവും കിഴക്കേറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. ഏകദേശം 4 അടി ഉയരം വരുന്ന ധന്വന്തരി വിഗ്രഹം പടിഞ്ഞാറോട്ടാണ് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണരേശിലയിൽ തീർത്ത അതിവിശിഷ്ടമായ ഒരു വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ദാരുശില്പങ്ങളും ചുവർച്ചിത്രങ്ങളും ശ്രീകോവിലിനെ വളരെ ഭംഗിയുള്ളതാക്കി തീർക്കുന്നു. ക്ഷേത്രത്തിലെ വിഗ്രഹം അശ്വനി ദേവന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നും ദ്വാപരയുഗത്തിൽ ശ്രീവാസുദേവർ ആരാധിച്ചിരുന്ന അതേ വിഗ്രഹമാണിതെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. 5000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം എന്നും ഐതിഹ്യം പറയുന്നു. ഉപദേവതകളായി ശിവൻ, ഗണപതി, ചെറുവത്തൂർ വിഷ്ണു, അയ്യപ്പൻ, വരാഹമൂർത്തി, നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നുണ്ട്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട ധന്വന്തരി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഈ ക്ഷേത്രം. ഇവിടേക്ക് പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ടൂറിസം മാപ്പിലും ഇതിന് പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മുക്കുടി പൂജയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. എത്ര പഴകിയ ഉദരരോഗവും മുക്കുടി വഴിപാട് നടത്തി പ്രാർത്ഥന നടത്തിയാൽ മുക്തി നേടുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസവും അനുഭവവും. ഇവിടുത്തെ വിഗ്രഹത്തെക്കുറിച്ച് വേറൊരു ഐതിഹ്യവുമുണ്ട്. സംവത്സരങ്ങൾക്ക് മുൻപ് ഇവിടെയുണ്ടായിരുന്ന ക്ഷേത്രം ജീർണാവസ്ഥയിലെത്തിയപ്പോൾ ഭക്തജനങ്ങൾ പുനരുദ്ധാരണത്തിനായി പരിശ്രമിച്ചു. പ്രതിഷ്ഠയ്ക്കായി പുതിയ വിഗ്രഹം നിർമ്മിക്കുവാൻ അനുയോജ്യമായ ശില അടുത്തുള്ള മുരിങ്ങത്തേരി എന്ന കുന്നിൽ കണ്ടെത്തി. ഈ വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോകുമ്പോൾ 2 കുട്ടികൾ പ്രത്യക്ഷപ്പെടുകയും ഒരു വിഗ്രഹം നൽകുകയും ഇത് വസുദേവർ പൂജിച്ച വിഗ്രഹമാണെന്ന് ഇത് പ്രതിഷ്ഠ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു അത്രേ. അതിനുശേഷം ആ ബാലന്മാർ അപ്രത്യക്ഷരായി. അവർ അശ്വിനി ദേവകൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ച വിഗ്രഹം അടുത്തുള്ള പറമ്പിൽ പ്രത്യേകം ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു. പിൽക്കാലത്ത് ഇത് ക്ഷേത്രമതിലകത്തേക്ക് മാറ്റി. ഈ പ്രതിഷ്ഠയാണ് ചെറുദേവർ വിഷ്ണു എന്ന് ഇന്നറിയപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം. ആധുനിക കാലത്തും ആയുർവേദ ചികിത്സകർ തങ്ങളുടെ കർമ്മപദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഭജനം ഇരുന്ന് അഷ്ടാംഗഹൃദയം പാരായണം ചെയ്യുന്നത് പതിവാണത്രേ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അറിവും കർമ്മശേഷിയും വർദ്ധിക്കുമെന്നാണ് അവരുടെ അനുഭവം. ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ കൊണ്ടാടുന്ന സ്വർഗവാതിൽ ഏകാദശിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഇവിടെ കൊടിമരമില്ല. പക്ഷേ ക്ഷേത്രത്തിന് മുമ്പിലായി വലിയൊരു അരയാൽ നിൽക്കുന്നുണ്ട്. തഞ്ചേരി മൂസദുമാർ ഭരണം നടത്തിയിരുന്ന ഈ ക്ഷേത്രം 1979 ദേവസ്വം ബോർഡ് നേരിട്ട് ഏറ്റെടുത്തു. 2006 നവംബർ 1 മുതൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലായി ആരംഭിച്ച ധന്വന്തരി ആയുർവേദ ചികിത്സാ കേന്ദ്രം വാതരോഗങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കും ത്വക്ക് രോഗ ചികിത്സയ്ക്കും വളരെ പ്രശസ്തമാണിന്ന്. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും ഭാഗങ്ങളിലായി 2 ക്ഷേത്രക്കുളങ്ങളുണ്ട്. ആദ്യം കാണുന്ന ഈ ക്ഷേത്രക്കുളത്തിലാണ് ഭക്തരും ശാന്തിക്കാരും കുളിച്ച് ശുദ്ധിയായി അമ്പലത്തിലേക്ക് എത്തുന്നത്. ഈ കുളത്തോട് ചേർന്നാണ് ദേവസ്വം ഓഫീസും സ്റ്റേജും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ക്ഷേത്രക്കുളത്തിൽ അധികം ആരും ഇറങ്ങാറില്ലെന്ന് തോന്നുന്നു. ആകെ പച്ച പിടിച്ച വെള്ളം, കാട് പിടിച്ച് കിടക്കുന്ന ഒരു കുളം. കുളത്തിനുള്ളിൽ ഒരു കിണർ കൂടി കണ്ടു. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഇതിൽ ആരും ഇറങ്ങാറില്ലെന്ന് തോന്നുന്നു. അമ്പലത്തിൽ നല്ല തിരക്കാണ്. ധാരാളം ഇരുചക്രവാഹനങ്ങളും വണ്ടികളും എല്ലാം ഉണ്ട്. കാറുമൊക്കെ ഉണ്ട്. പടിഞ്ഞാട്ട് നോക്കിയാൽ നല്ല പച്ച പിടിച്ച നെൽപ്പാടങ്ങൾ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് ഞങ്ങളിതാ ഇവിടുന്ന് ദർശനം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇത് പുറത്തുനിന്ന് ഞാൻ ഉള്ളിലേക്ക് വീഡിയോ എടുത്താണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും ധന്വന്തരി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഈ നടയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കഥകളും ധാരാളമുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ അതൊക്കെ ഇനി വേറൊരവസരത്തിൽ പറയാൻ എനിക്ക് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
നല്ല വിശപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കിട്ടുമോ എന്നുള്ളതാണ് ചിന്ത. ഇവിടെ അടുത്തെങ്ങാനും വല്ല ഹോട്ടലുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതും അന്വേഷിച്ച് നടക്കുകയാണ് ഞങ്ങൾ. ഇപ്പോൾ ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന വഴികൾ പിന്നിട്ടുകൊണ്ട് ഞങ്ങളുടെ വണ്ടി ഇതാ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സസ്നേഹം നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ടിൽ.